സീറോ മലബാർ സഭയുടെ ആരാധനാക്രമവും പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി സത്യാന്വേഷി ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. മാർത്തോമ നസ്രാണികളുടെ ചരിത്രവും പ്രതിസന്ധികളുടെ ആരംഭവും, ലത്തീൻ ഭരണത്തിൻ കീഴിൽ മാർത്തോമ നസ്രാണികൾക്ക് സംഭവിച്ചതും, പിന്നീട് സ്വതന്ത്രമായ സഭ ആരാധനാക്രമത്തെക്കുറിച്ച് തീരുമാനിച്ചതും, രണ്ടാം വത്തിക്കാൻ സൂനഹദോസിന്റെ സ്വാധീനവും, റോമിൽ നിന്നുള്ള ഫലപ്രദമാകാത്ത ഇടപെടലുകളും, ഐക്യരൂപമെന്ന ആശയത്തിൻ്റെ തടസ്സങ്ങളുമാണ് പ്രസ്തുത എപ്പിസോഡിൽ സത്യാന്വേഷി ചർച്ച ചെയ്തത്. സീറോ മലബാർ സഭയുടെ 29ാമത് മെത്രാൻ സെനഡിൻ്റെ രണ്ടാം സമ്മേളനം ഓഗസ്റ്റ് 16 മുതൽ നടന്നുവരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സഭയുടെ ആരാധനാക്രമം സംബന്ധിച്ച വിരുദ്ധ അഭിപ്രായങ്ങൾക്ക് വീണ്ടും ജീവൻ വെച്ചിരിക്കുകയാണ്. 1999 സഭയുടെ ആരാധനാക്രമ ഏകീകരണത്തെക്കുറിച്ച് സിനഡ് എടുത്ത തീരുമാനങ്ങളോട് സഹകരിക്കാൻ ചില രൂപതകൾക്ക് സാധിച്ചില്ല എങ്കിലും ഇപ്പോൾ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. സിനഡിൻ്റെ സന്ദർഭത്തിൽ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട പുതിയ ചർച്ചകളുടെ നിജസ്ഥിതി പരിശോധിക്കുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മാർ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പൈതൃകത്തിലും പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലുമുള്ളതാണ് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന. മാർത്തോമ നസ്രാണി സഭയിൽ നിലവിലുണ്ടായിരുന്ന കുർബാനക്രമത്തിൽ 1599 ഉദയംപേരൂർ സൂനഹദോസിലും പിന്നീടുമായി മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. പിന്നീട് 1962 കുർബാനക്രമം പുനരുദ്ധരിച്ച് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം 68 ഏതാനും ഭേദഗതികളോടെ വീണ്ടും നവീകരിക്കുകയും പരീക്ഷണാർത്ഥം ഉപയോഗിക്കാൻ റോമിൽ നിന്ന് അനുവാദം ലഭിക്കുകയും ചെയ്തു. തക്സയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി കുർബാനക്രമം പ്രസിദ്ധീകരിക്കാൻ 1980 റോമിൽ നിന്ന് തന്നെ ആവശ്യപ്പെട്ടു. അതിൻ്റെ വെളിച്ചത്തിൽ രൂപപ്പെടുത്തിയ തക്സയ്ക്ക് പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അംഗീകാരം ലഭിക്കുകയും 1986 ഫെബ്രുവരി 8 ജോൺ പോൾ II മാർപ്പാപ്പ കോട്ടയത്ത് അൽഫോൻസാമയെയും ചാവറയച്ചനെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്ന കർമ്മങ്ങളോട് അനുബന്ധിച്ച് റാസ കുർബാനയർപ്പിച്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ആഘോഷപൂർവകമായ ക്രമത്തിനും സാധാരണ ക്രമത്തിനും 89 ഏപ്രിൽ 30 പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അംഗീകാരം ലഭിച്ചു. 5 വർഷത്തേക്ക് നൽകപ്പെട്ട ഈ കുർബാന തക്സയിൽ അതിനിടെ മാറ്റങ്ങൾ വരുത്തരുത് എന്നും നിർദ്ദേശമുണ്ടായിരുന്നു. 96 പ്രസിദ്ധീകരിച്ച ഇൻസ്ട്രക്ഷൻസ് ഫോർ അപ്ലൈയിങ് ദ ലിറ്റർജിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് ഓഫ് ദ കോഡ്സ് ഓഫ് കാനൻസ് ഓഫ് ദ ഈസ്റ്റേൺ ചർച്ചസ് എന്ന രേഖയുടെ വെളിച്ചത്തിൽ കുർബാനയുടെ നവീകരണത്തെക്കുറിച്ച് വീണ്ടും ചർച്ചകളും പഠനങ്ങളും നടന്നു. വിശുദ്ധ കുർബാന ഏകീകൃത രൂപത്തിൽ അർപ്പിക്കാൻ 1999 സിനഡ് തീരുമാനിച്ചു. വിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ അനാഫറ വരെയുള്ള ഭാഗം ജനാഭിമുഖമായും, അനാഫറ മുതൽ വിശുദ്ധ കുർബാന സ്വീകരണം വരെയുള്ള ഭാഗം അൾത്താര അഭിമുഖമായും, വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള ഭാഗം ജനാഭിമുഖമായും നടത്തേണ്ടതാണ് എന്ന തീരുമാനമുണ്ടായി. ഈ തീരുമാനത്തിന് 1999 ഡിസംബർ 17 ചില നിർദ്ദേശങ്ങളോടുകൂടി പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അംഗീകാരം ലഭിക്കുകയും അത് 2000 ജൂലൈ 3 നടപ്പിലാക്കുകയും ചെയ്തു. എന്നാൽ എല്ലാ രൂപതകളിലും ഈ രീതി നടപ്പിലാക്കാൻ പല കാരണങ്ങളാൽ സാധിച്ചില്ല. എല്ലാ രൂപതകളും ഈ തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിക്കണം എന്ന് 2009 ഓഗസ്റ്റിലെ സിനഡ് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. 2013 ഓഗസ്റ്റ് മാസത്തിലെ സിനഡ് വിശുദ്ധ കുർബാനയുടെ നവീകരണവുമായി മുമ്പോട്ടു പോകാൻ ലിറ്റർജി കമ്മീഷനോട് നിർദ്ദേശിച്ചു. അതനുസരിച്ച് 2014 ജനുവരിയിലെ സിനഡ് എല്ലാ മെത്രാന്മാരോടും നവീകരണം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ലിറ്റർജി കമ്മീഷനെ അറിയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ നിർദ്ദേശങ്ങളെല്ലാം ലിറ്റർജി കമ്മീഷൻ ക്രോഡീകരിച്ച് 2015 ഓഗസ്റ്റിലെ സിനഡിൽ അവതരിപ്പിച്ചു. ലഭിച്ച എല്ലാ നിർദ്ദേശങ്ങളും പഠിച്ച് അവയിൽ രൂപതകളിൽ നിന്നും പൊതുവായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തി അവ സിനഡിൽ അവതരിപ്പിക്കാൻ ലിറ്റർജി കമ്മീഷൻ ചെയർമാൻ മാർ തോമസ് ഇലവനാൽ, ലിറ്റർജി കമ്മീഷൻ അംഗങ്ങളായ മാർ പോളി കണ്ണൂക്കാടൻ, മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, കൂടാതെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, മാർ ജോസഫ് കല്ലറങ്ങാട്,
മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത്, മാർ ജോർജ് പുന്നക്കോട്ടിൽ, മാർ തോമസ് ചക്യത്ത് എന്നിവരടങ്ങിയ മെത്രാന്മാരുടെ ഒരു സ്പെഷ്യൽ കമ്മിറ്റിയെയും സിനഡ് തിരഞ്ഞെടുത്തു. പൊതുവായി കണ്ടെത്തിയ നിർദ്ദേശങ്ങൾക്കനുസരണം തക്സയിൽ മാറ്റം വരുത്താനുള്ള സിനഡ് നിർദ്ദേശമനുസരിച്ച് പ്രസ്തുത കമ്മിറ്റി ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി. കുർബാന തക്സ നവീകരണത്തെ സംബന്ധിച്ച് എല്ലാ രൂപതകളിലെയും വൈദികരുടെ പ്രതിനിധികളും സന്യസ്ത ആത്മായ പ്രതിനിധികളും ദൈവശാസ്ത്ര ആരാധനാക്രമ പണ്ഡിതരും ഉൾക്കൊള്ളുന്ന സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റി ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ സമർപ്പിച്ചു. 2017 ജനുവരിയിലെ സിനഡ് ആവശ്യപ്പെട്ടതനുസരിച്ച് സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റി വീണ്ടും ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ സമാഹരിക്കുകയുണ്ടായി. അങ്ങനെ സുദീർഘമായി നടന്ന പഠനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയ ഡ്രാഫ്റ്റ് 2020 ജനുവരിയിലെ സിനഡിൽ അവതരിപ്പിച്ചു. സിനഡ് ചില ഭേദഗതികളോടെ ഡ്രാഫ്റ്റ് അംഗീകരിക്കുകയും റോമിൽ നിന്നുള്ള അംഗീകാരത്തിനായി കുർബാന തക്സ അയച്ചു കൊടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. വീണ്ടും സ്പെഷ്യൽ കമ്മിറ്റി മേജർ ആർച്ച് ബിഷപ്പിന്റെ അധ്യക്ഷതയിൽ കൂടി കുർബാന തക്സ അന്തിമമായി പരിശോധിച്ചു. അതിനുശേഷം 2020 ജൂലൈ 10 പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരത്തിനായി കുർബാന തക്സ മേജർ ആർച്ച് ബിഷപ്പ് റോമിലേക്ക് അയച്ചു കൊടുത്തു. ഇതിന് മറുപടിയായി പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കോൺഗ്രിഗേഷൻ കുർബാന തക്സ അംഗീകരിച്ചുകൊണ്ടുള്ള കൽപ്പനയും പുറപ്പെടുവിച്ചു. സീറോ മലബാർ സഭയുടെ നവീകരിച്ച കുർബാന ക്രമത്തിന് അംഗീകാരം നൽകിയതോടൊപ്പം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കത്തിലൂടെ ആരാധനക്രമത്തിൽ ഐക്യരൂപ്യം വരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുകൂടി ആവശ്യപ്പെട്ടതാണ് വിരുദ്ധ അഭിപ്രായങ്ങളുമായി രംഗത്തു വരാൻ ഈ നാളുകളിൽ ചിലരെയെങ്കിലും വീണ്ടും പ്രേരിപ്പിച്ചത്. സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും വിശ്വാസികൾക്കുമൊക്കെയായി എഴുതിയ കത്തിൻ്റെ ചുരുക്കം ഇതാണ്. സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് 1999 കുർബാനയർപ്പണത്തിൻ്റെ ഏകീകരണത്തിനായി ഏകകണ്ഠമായി എടുത്ത തീരുമാനത്തെ പ്രത്യേക അംഗീകാരത്തോടും പ്രോത്സാഹനത്തോടും കൂടിയാണ് പരിശുദ്ധ സിംഹാസനം പരിഗണിക്കുന്നത്. തുടർന്ന് വന്ന വർഷങ്ങളിൽ പരിശുദ്ധ സിംഹാസനം ഈ തീരുമാനത്തിന് ആവർത്തിച്ച് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട സഭയുടെ സുസ്ഥിതിക്കും ഐക്യത്തിനും ഈ തീരുമാനം അതിപ്രധാനമാണ്. തുടർന്ന് തങ്ങളെടുത്ത ഐക്യ തീരുമാനത്തിൽ നിലനിൽക്കാൻ സീറോ മലബാർ മെത്രാന്മാരോട് ആവശ്യപ്പെടുകയാണ് മാർപ്പാപ്പ ചെയ്യുന്നത്. സ്ഥലത്തേക്കാൾ സമയം പ്രധാനപ്പെട്ടതാണ് എന്നും സംഘർഷത്തിന് മുകളിൽ ഐക്യം പ്രാമുഖ്യം നേടുന്നു എന്നും വിശ്വസിച്ച് ദൈവജനവുമൊത്ത് ഒരുമിച്ച് നടക്കാനുള്ള സഭാത്മകമായ തീരുമാനത്തെ താൻ സ്ഥിരീകരിക്കുന്നു എന്നും മാർപ്പാപ്പ എഴുതി. അതോടൊപ്പം മുഴുവൻ സഭയ്ക്കുമായി പരിശുദ്ധ പിതാവ് പ്രസ്തുത കത്തിൽ നൽകുന്ന നിർദ്ദേശം ഇതാണ്: നിങ്ങളുടെ സഭയുടെ ഉപരി നന്മയ്ക്കും ഐക്യത്തിനും വേണ്ടി വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ ഏകീകൃത രീതി ഉടനടി നടപ്പിലാക്കാൻ എല്ലാ വൈദികരെയും സന്യസ്തരെയും വിശ്വാസികളെയും ഉപദേശിക്കുന്നതിന് പുതിയ റാസകുർബാന തക്സയ്ക്ക് അംഗീകാരം നൽകുന്ന ഈ സന്ദർഭം ബോധപൂർവം ഞാൻ ഉപയോഗിക്കുകയാണ്. സിനഡൽ തീരുമാനം നടപ്പിലാക്കാൻ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സഭയിലെ എല്ലാ അംഗങ്ങളിലും ഐക്യവും സാഹോദര്യവും കൂട്ടായ്മയും വളർത്തട്ടെ. സിനഡൽ തീരുമാനം നടപ്പിലാക്കാൻ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സഭയിലെ എല്ലാ അംഗങ്ങളിലും ഐക്യവും സാഹോദര്യവും കൂട്ടായ്മയും വളർത്തട്ടെ. ഇപ്രകാരമുള്ള നിർദ്ദേശവും ആശംസയും നൽകി അവസാനിപ്പിക്കുന്ന കത്തിൽ 99 സിനഡൽ തീരുമാനം അനുസരിക്കുന്ന രൂപതകളിൽ ഉണ്ടായിട്ടുള്ള സുവിശേഷവൽക്കരണത്തിൻ്റെ വിജയത്തെക്കുറിച്ചും മാർപ്പാപ്പ സൂചിപ്പിക്കുന്നുണ്ട്. അനുസരണത്താൽ ഉണ്ടാകുന്ന വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചുകൂടി സൂചിപ്പിക്കുന്ന ഈ കത്ത് പക്ഷേ തൽപര കക്ഷികൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് പിന്നീട് കണ്ടത്. കത്ത് മാർപ്പാപ്പയുടേതല്ല എന്ന് പോലും വ്യാഖ്യാനിച്ചവരുണ്ട്. എന്നാൽ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡും വിശ്വാസികളും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പ്രസ്തുത കത്തിനെ പരിഗണിച്ചിരിക്കുന്നത്. സീറോ മലബാർ മെത്രാൻ സിനഡിൻ്റെ 2ാം ദിവസം ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിയായ ആർച്ച് ബിഷപ്പ് ലിയോപോൾദോ ജിറേലി സിനഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോഴും ആരാധനാക്രമ സംബന്ധമായ വിഷയത്തിൽ ഊന്നൽ നൽകുകയുണ്ടായി. പൗരസ്ത്യ സഭകൾ തങ്ങളുടെ തനത് പാരമ്പര്യങ്ങൾ പാലിച്ചുകൊണ്ട്
സാർവത്രിക സഭാ കൂട്ടായ്മയിൽ തുടരുമ്പോഴാണ് സഭ സജീവമാകുന്നത് എന്നും സഭയുടെ ഐക്യത്തിന് ആരാധനാക്രമത്തിലെ ഐക്യരൂപ്യം അനിവാര്യമാണ് എന്നും ഓർമ്മിപ്പിച്ച ആർച്ച് ബിഷപ്പ് മാർപ്പാപ്പ നൽകിയ നിർദ്ദേശം നടപ്പിലാക്കാൻ സിനഡിന് ഉത്തരവാദിത്വമുണ്ട് എന്നും ഓർമ്മിപ്പിച്ചു. ഇത്തരം വിഷയങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നവർ സഭയുടെ മുഖം വികൃതമാക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ജനാഭിമുഖ കുർബാന ആദിമസഭ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു കുർബാന അർപ്പണ രീതി അല്ലായിരുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പിന്നീടാണ് അത് ആവിർഭവിച്ചത്. അത് ബന്ധപ്പെട്ടിരിക്കുന്നതാകട്ടെ 16-ാം നൂറ്റാണ്ടിലെ പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തോടും 20-ാം നൂറ്റാണ്ടിൽ ലത്തീൻ സഭയിൽ ആരംഭിച്ച ആരാധനാക്രമ പ്രസ്ഥാനങ്ങളോടുമാണ്. 2-ാം വത്തിക്കാൻ സുനഹദോസാണ് ജനാഭിമുഖ ബലിയർപ്പണ രീതി പ്രോത്സാഹിപ്പിച്ചത് എന്ന പലരുടെയും ചിന്ത അടിസ്ഥാനമില്ലാത്തതാണ്. 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പ്രചുര പ്രചാരം നേടിയതും എന്നാൽ 2-ാം വത്തിക്കാൻ കൗൺസിൽ ഔദ്യോഗികമായി നിർദ്ദേശിക്കാത്തതുമായ ജനാഭിമുഖ ബലിയർപ്പണ രീതി കത്തോലിക്കാ സഭ ഇന്നുവരെ ഔദ്യോഗികമായി നിരോധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പൗരസ്ത്യ സഭകളെ സംബന്ധിച്ചിടത്തോളം കാർമ്മികനും ദൈവജനവും കിഴക്കിനഭിമുഖമായി നിന്നുകൊണ്ടുള്ള ബലിയർപ്പണ രീതി ചിരപുരാതനമായ ഒരു പാരമ്പര്യമാണ്. ദൈവവുമായി സംസാരിക്കുന്നതിനായി കാർമ്മികനും ദൈവജനവും ഒരുമിച്ച് ഒരേ ദിശയിലേക്ക് നോക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ലത്തീൻ സഭയിലും ജനാഭിമുഖ ബലിയർപ്പണം സാവധാനം രൂപപ്പെട്ട ഒരു ശൈലി മാത്രമാണ്. ലത്തീൻ സഭയിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞന്മാരായിരുന്ന വിശുദ്ധ അഗസ്റ്റിനും വിശുദ്ധ തോമസ് അക്വീനാസും കിഴക്കിനഭിമുഖമായ ബലിയർപ്പണ രീതിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നവരാണ്. തൻ്റെ പ്രഭാഷണങ്ങളുടെയൊക്കെ അവസാനം കിഴക്കിനഭിമുഖമായി തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കേണ്ടതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്റ്റിൻ സൂചിപ്പിക്കുമായിരുന്നത്രേ. കിഴക്കിനഭിമുഖമായി ബലിയർപ്പിക്കുക എന്നത് ഭൂമിശാസ്ത്രപരമായി കിഴക്കോട്ട് തിരിയുക എന്നതിനേക്കാൾ ദൈവത്തിലേക്ക് തിരിയുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി കിഴക്കോട്ട് തിരിയാൻ സാധ്യമല്ലാത്ത സ്ഥലങ്ങളിൽ വിശുദ്ധ കുരിശ് എന്ന അടയാളത്തെ കിഴക്കായി കാണുകയാണ് ചെയ്യേണ്ടത്. കാർഡിനൽ റാറ്റ്സിംഗർ എഴുതുന്നത് പോലെ എവിടെയാണോ കാർമ്മികനും ദൈവജനവും പൊതുവായി കിഴക്കോട്ട് തിരിയുക സാധ്യമല്ലാത്തത് അവിടെ കുരിശിന് വിശ്വാസത്തിൻ്റെ ആന്തരിക അർത്ഥത്തിലുള്ള കിഴക്കായി മാറാൻ സാധിക്കും. ദൈവമാണ് ഇവിടെയെല്ലാം ശ്രദ്ധാകേന്ദ്രം എന്നത് പ്രത്യേകം ശ്രദ്ധാർഹമാണ്. കിഴക്കോട്ട് തിരിയുക എന്നത് ഒരടയാളമാണ്. ഒരടയാളത്തിന് ഇത്രയേറെ പ്രസക്തി കൽപ്പിക്കേണ്ടതുണ്ടോ എന്ന് നാം ചോദിച്ചേക്കാം. എന്നാൽ അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരടയാളമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വിശ്വാസത്തിൻ്റെ അടയാളങ്ങളും പ്രതീകങ്ങളും അർത്ഥപൂർണവും പ്രസക്തവുമാകുന്നത് അവയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ വിശ്വാസിക്ക് സാധിക്കുമ്പോഴാണ്. കുരിശടയാളം വരയ്ക്കുന്നത് ഒരടയാളമാണ്. ക്രൂശിതനായ മിശിഹായോട് താതാത്മ്യപ്പെടാനുള്ള ആഗ്രഹവും ശ്രമവുമില്ലാത്ത ഇടങ്ങളിൽ കുരിശടയാളം വരയ്ക്കൽ കേവലം ചടങ്ങ് മാത്രവും ഉപരിപ്ലവമായ അടയാളവുമായിരിക്കും. കിഴക്കിനഭിമുഖമായി പ്രാർത്ഥിക്കുക എന്ന പുരാതനമായ അടയാളത്തെയും നമ്മൾ ഇതേ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. കിഴക്കോട്ട് തിരിയുമ്പോൾ യുഗാന്തത്തിൽ നമ്മെ വിധിക്കാനെത്തുന്ന കർത്താവിങ്കലേക്ക് തിരിയുന്നു എന്ന ബോധ്യമാണ് നമ്മിൽ നിറയേണ്ടത്. അപ്പോൾ അത് അർത്ഥപൂർണവും പ്രസക്തവുമായ അനുഷ്ഠാനമായി മാറും. സ്ഥലകാലാതീതനായ ദൈവത്തോട് ബന്ധപ്പെടാൻ കിഴക്കോട്ട് തിരിയണം എന്ന വാദം അസംബന്ധമാണ് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അതേ യുക്തിയിൽ തന്നെ ദേവാലയവും അപ്പോൾ അപ്രസക്തമാകും. സ്ഥലകാലാതീതനായ ദൈവത്തെ ബന്ധപ്പെടാൻ എന്തിനാണ് ദേവാലയം? ഏത് സ്ഥലവും ദൈവിക ബന്ധത്തിന് ഒരുപോലെ ഉപകാരപ്രദമാണല്ലോ. എന്നാൽ വിശ്വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദേവാലയം സ്ഥലകാലാതീതനായ ദൈവത്തെ കണ്ടുമുട്ടാൻ സഹായകമായ ഒരിടമാണ്, ഒരു മാധ്യമമാണ്. അതുപോലെ തന്നെ സ്വർഗോന്മുഖ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കാനും അനുഭവവേദ്യമാക്കാനും സഹായിക്കുന്ന ശക്തമായ അടയാളവും മാധ്യമവുമാണ് കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥനയുടെ പാരമ്പര്യം.
സീറോ മലബാർ സഭ ഒരു സ്വയാധികാര സഭയായതിനാൽ, സുയിയൂറിസ് ചർച്ച് ആയതിനാൽ, സഭയുടെ ആരാധനാപരമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരം പ്രസ്തുത സഭയുടെ മെത്രാൻ സെനഡിനാണുള്ളത്. ആ അവകാശം ആർക്കും കൈവശപ്പെടുത്താൻ കഴിയില്ല. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മെത്രാന്മാരെ കുറിച്ച് പറയുന്ന ഡിക്രിയിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവരഹസ്യം പകർന്നു കൊടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നത് മെത്രാന്മാരാണ്. തങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന സഭയിലെ ദൈവാരാധനാപരമായ ജീവിതം മുഴുവൻ്റെയും ഭരണകർത്താക്കളും പരിപോഷകരും സംരക്ഷകരും അവർ തന്നെയാണ്. നമ്പർ 15, ദിവ്യകാരുണ്യം മുഖേന പെസഹ രഹസ്യം വിശ്വാസികൾ കൂടുതൽ ആഴമായി മനസ്സിലാക്കാനും തദനുസരണം ജീവിക്കാനും തങ്ങളുടെ പരിപാലനത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെല്ലാം പ്രാർത്ഥനയിൽ ഏകമനസ്സായിരിക്കാനും മെത്രാന്മാർ യത്നിക്കണമെന്ന് ഇതേ നമ്പറിൽ ഈ ഡിക്രി ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ 1992 ഒരു സ്വയാധികാര സഭയായി ഉയർത്തപ്പെട്ട സീറോ മലബാർ സഭ ഇന്ന് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട് വിഭജിതമായ ഒരവസ്ഥയിലാണ് നിലകൊള്ളുന്നത്. ഒരു സഭയെ സഭയാക്കി തീർക്കുന്ന പ്രധാന ഘടകമായ വിശുദ്ധ കുർബാന ചരിത്രപരമായ പല കാരണങ്ങളാൽ പല രീതിയിലാണ് സീറോ മലബാർ സഭയിൽ അർപ്പിക്കപ്പെടുന്നത്. ഒരു സ്വയാധികാര സഭയിലെ വിവിധ രൂപതകളിൽ കടന്നുകൂടിയ ഈ വ്യത്യസ്ത അർപ്പണ രീതികൾ കേരളത്തിന് പുറത്തും വിദേശത്തുമുള്ള സീറോ മലബാർ രൂപതകളിലും പലപ്പോഴും വിഭാഗീയതകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. 1998 നവംബർ 9 മുതൽ 12 വരെ നടന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിലെ വൈദികരും അൽമായരും ഉൾപ്പെടെയുള്ള 352 പേർ ഒരു ഏകീകൃത ബലിയർപ്പണ രീതി സീറോ മലബാർ സഭയ്ക്കുണ്ടാകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് 99 നടന്ന സിനഡിൽ വെച്ച് ഏകീകൃത ബലിയർപ്പണ രീതിക്ക് സിനഡ് ഐകകണ്ഠേന അംഗീകാരവും നൽകി. 2000 ജൂലൈ 3 പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്ന വിശുദ്ധ കുർബാനയുടെ ഈ ഏകീകൃത രീതി എന്നാൽ നിർഭാഗ്യവശാൽ എല്ലാ രൂപതകളിലും നടപ്പിലായില്ല. അന്നത്തെ സാഹചര്യത്തിൽ തൽക്കാലത്തേക്കായി പല രൂപതകളിലും സിനഡ് തീരുമാനം നിർത്തിവെച്ചു. ഈ പശ്ചാത്തലത്തിലാണ് മാർപ്പാപ്പയുടെ കത്ത് ഇപ്പോൾ പ്രസക്തമാകുന്നത്. പരിശുദ്ധ പിതാവിൻ്റെ ആഹ്വാനമനുസരിച്ച് പ്രവർത്തിക്കാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീറോ മലബാർ മെത്രാൻ സിനഡ് പരിശ്രമിക്കും എന്നത് തീർച്ചയാണ്. സഭയുടെ ആരാധനക്രമ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള മെത്രാൻ സിനഡിൻ്റെ അധികാരത്തെ മാനിക്കുകയാണ് സഭാംഗങ്ങളായ എല്ലാ വിശ്വാസികളും വൈദികരും സമർപ്പിതരും ചെയ്യേണ്ടത്. മൂല്യങ്ങൾക്കും അർത്ഥങ്ങൾക്കും ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അതീവ പ്രാധാന്യമുള്ള അടയാളങ്ങളും പ്രതീകങ്ങളും സംരക്ഷിക്കപ്പെടുക എന്നത് സുപ്രധാനമായ ഒരു വസ്തുതയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭാ വിശുദ്ധ കുർബാനയിൽ നിന്ന് എന്ന തൻ്റെ ചാക്രിക ലേഖനത്തിൽ എഴുതുന്നത് ഇങ്ങനെയാണ്: ലിറ്റർജി ഒരിക്കലും ആരുടെയും സ്വകാര്യ സ്വത്തല്ല. ആഘോഷിക്കുന്ന കാർമ്മികന്റെയോ രഹസ്യങ്ങൾ ആഘോഷിക്കപ്പെടുന്ന സമൂഹത്തിൻ്റെയോ സ്വത്തല്ല. ആരാധനാക്രമപരമായ നിയമങ്ങൾ അനുസരിച്ച് വിശ്വസ്തതാപൂർവം കുർബാന ആഘോഷിക്കുന്ന വൈദികരും ആ നിയമങ്ങളോട് ഒത്തുപോകുന്ന സമൂഹങ്ങളും സഭയോടുള്ള അവരുടെ സ്നേഹം നിശബ്ദമായി എന്നാൽ വാചാലമായി തെളിയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള രഹസ്യത്തെ വില കുറച്ച് കാണിക്കാൻ ആർക്കും അനുവാദമില്ല. സഭയെ സംബന്ധിച്ച് സുപ്രധാനവും അതീവ ഗൗരവതരവുമായ ഈ വിഷയത്തിൽ ആശയക്കുഴപ്പങ്ങൾ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ ഒരു സംസ്കൃത സമൂഹം ചെയ്യുന്നത് പോലെ ആ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ളവരെ ശ്രവിക്കുകയും അവരുടെ അന്തിമ തീരുമാനത്തെ അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് വേണ്ടത്. അതാണ് വിശ്വാസത്തിൻ്റെ കുലീനതയും നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സീറോ മലബാർ മെത്രാൻ സിനഡിനെ അനുസരിക്കാൻ സഭാംഗങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സത്യാന്വേഷി ആശംസിക്കുന്നു. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതൂ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.